അതിലിട്ടോ ഇട്ടോ മണമൊന്നും നോക്കണ്ട, അതിലിട്ടോ മണമൊക്കെ ഉണ്ട്. അതാ തുറക്കുമ്പോൾ തന്നെ നല്ല മണം വന്നിട്ട് വന്നു, നല്ല മണമുണ്ട്. ഇതാ ചിജിക്കുട്ട, ഇതാ നല്ല മണമുണ്ട് ചിജിക്കുട്ട. ഇതാ ബിരിയാണിയൊക്കെ നല്ല മണമുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടാണ്, ചൂടാണ്, നല്ല വെന്തിട്ടുണ്ട്, നന്നായി പാകത്തിൽ. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചേരുവകളൊക്കെ ചേർത്ത് ചിക്കനും കൊണ്ട് ചട്ടി ബിരിയാണി ഉണ്ടാക്കാം അല്ലേ ശ്രീകുട്ട? ഇതിൽ 1 കിലോ ചിക്കൻ ഇറച്ചിയാണ് ഉള്ളത്, ഇറച്ചിയായിട്ട് 1 കിലോ. പിന്നെ തക്കാളി 4 തക്കാളി, 1.5 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1.5 സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2, 1.5 സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയില, 1 കപ്പ് തൈര്, 2 സ്പൂണ് നെയ്യ്, 2 സ്പൂണ് ഓയിൽ. ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ കലക്കാൻ പോണത്. ചിക്കൻ ഇട്ടിട്ട് വലിയ പീസാണ് നമ്മൾ മുറിച്ചിട്ടുള്ളത്. തക്കാളി ഇനി മല്ലിയില ഇട് ശ്രീകുട്ട, മഞ്ഞപ്പൊടി ഇട്, ഉപ്പിട്, ഗരം മസാല ഇട് ശ്രീകുട്ട, മുളക് പൊടി ഇട്, ഗരം മസാല ഇട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട് സിജു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ മാമയിട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി തൈര് ഒഴിക്കൂ കൂട്ടാ, 1 കപ്പ് തൈര് ഒഴിച്ചോ. ആ മണമൊന്നും നോക്കണ്ട, ആക്കുണ്ട് അതിൽ. 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്ന, ഞാൻ ഒഴിക്കുന്ന നെയ്യ് സിജു ഒഴിച്ചോ. 2 സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിക്കും, 1 സ്പൂൺ ഒഴിക്കും. ഇവിടെ കുറച്ച് മുളക് ഇട്, 4 മുളക്. കുറച്ച് ഓയിൽ ഒഴിക്കണം കേട്ടോ കുട്ടാ, ഓയിൽ ഒഴിക്കും, കുറച്ച് ഓയിൽ ഒഴിക്കും. ഓയിൽ ഒഴിക്കും. 2 സ്പൂൺ ഓയിൽ. 5 വലിയുള്ളി ഗോൾഡൻ നിറമാകണ വരെ വറുത്തിട്ട് ഇനി അതിൽ ചേർക്കണം. ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അപ്പം നമുക്കിനി ഉള്ളി വറുക്കാം ശ്രീകുട്ട. ഉള്ളി വറുത്തെടുക്കുക, എണ്ണ ഒഴിക്കാട്ടെ ശ്രീകുട്ട. അങ്ങനെ ശരി. ഗോൾഡൻ നിറമായ വറുത്തെടുക്കാട്ടെ ശ്രീകുട്ടത്. ഉള്ളി ഗോൾഡൻ നിറമായി. അപ്പം നമ്മൾ വാരി എടുക്കണില്ല ശ്രീകുട്ട, ഗോൾഡൻ കളറായ വാരി എടുക്കണം. ഉള്ളി കൂടുതലാകാൻ പറ്റില്ല, കൂടുതലായ കരിഞ്ഞ ടേസ്റ്റ് മാറും, കരിഞ്ഞ ടേസ്റ്റ് വരും. പിന്നെ കസുവണ്ടി വറുത്തെടുക്കുക. മുന്തിരി ഇട് ശ്രീകുട്ട. ഉള്ളി വറുത്തതിട്ട് മിക്സ് ചെയ്യുക. വാ സിജു ഇതിൽ പിടിക്കുക, നന്നായി മിക്സ് ചെയ്യും. നേരത്തെ ഇടേണ്ടതാണ്, നമ്മൾ ഒടുവല്ല വറുത്തത്. വലിയുള്ളി വറുത്തിട്ടിട്ട് എല്ലാം കൂടി ചേർത്ത്, എല്ലാ മസാലയും എല്ലാം കൂടി ചേർന്നിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ വെച്ച ശേഷമാണ് നമ്മൾ ഇനി തയ്യാറാക്കാൻ തുടങ്ങുന്നത്. അപ്പം ഇനി മൂടി വയ്ക്കാം. സിജു മൂടി വയ്ക്കുന്ന കുട്ട. ചട്ടിയിൽ ചിക്കൻ എടുത്തിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞു. അതിലിട്ടോ ഇട്ടോ മണമൊന്നും നോക്കണ്ട, അതിലിട്ടോ മണമൊക്കെ ഉണ്ട്. ചട്ടി ചിക്കൻ സൂപ്പറായി നമുക്ക് ഉണ്ടാക്കാം കേട്ടമ്മ. ഇതൊരു 3/4 വേവ് വേകണ വരെ വേവിക്കണത് ചട്ടിയിൽ. അടുപ്പിൽ വയ്ക്കാട്ടെ ശ്രീകുട്ട, കത്തിക്കാൻ വയ്ക്കുക. നിൽക്ക് ശ്രീകുട്ട, പകുതി ഭാഗമാകണ വരെ വേവിക്കാട്ടെ ശ്രീകുട്ട. സിജുവിനെല്ലാം അറിയും. ചേട്ടൻ നന്നായി കത്തിട്ടേട്ടെ ശ്രീകുട്ട. നന്നായി വീസ്, സ്പീഡ് വീസ്. സിജു വീസ്, നന്നായി വീസ്. ബസ്മതി വേകാനുള്ള വെള്ളം, ബസ്മതി അരി വേകാനുള്ള വെള്ളം, ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്. പട്ട കറാമ്പ്, 2 പട്ട, 2 ഏലക്കായി, 2 കറാമ്പൂ, 2 സ്റ്റാർ ഇട്, വെള്ളത്തിലിട്. ഒഴിക്കുന്ന ഓയിൽ ഒഴിച്ചു തന്ന മൂടി അടച്ച് വെക്കും. വെള്ളം തിളച്ചു, അരി ഇടുക. അരിയാണ് ശരിക്കുട്ടാ. പിഴി 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 സിജു പിഴി. മതി മതി. നമ്മളിന്ന് എന്താണ് അറിയുണ്ടാക്കുന്നത്? ഹൈദരാബാദ് ചട്ടി ബിരിയാണി. അരി വേകട്ടെ കുട്ടാ.
ഇറച്ചിയും പകുതി വന്നിട്ടുണ്ട്, അരിയും പകുതി വന്നിട്ടുണ്ട്. നമുക്കിനി കലർന്ന് ഇടയിൽ കൂടെ 2 സ്റ്റെപ്പായിട്ട് ദമ്മിടാം. 1 സ്റ്റെപ്പ് അരി, 1 സ്റ്റെപ്പ് ഉള്ളി, ഇതാ ഉള്ളി അണ്ടിപ്പരിപ്പ് 1 സ്റ്റെപ്പ്. അരിയിട്ടു, ഇനി ഇറച്ചി ഇട്ടു. ഇതാ അരിയിട് ഇങ്ങനെ. ഇത് കുറച്ച് ചോളമാണ്, സ്വീറ്റ് കോണ്, കുറച്ച് ക്യാരറ്റ് ചന്തത്തിന്, കുറച്ച് മല്ലിയില, ഉള്ളി, വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി. നമുക്ക് ദമ്മിടാം. പിടിക്ക്, നേരെ പിടിക്ക്. ഹൈദരാബാദി ചട്ടി ബിരിയാണി. 15 മിനിറ്റ് കഴിഞ്ഞു ദമ്മിട്ടിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അതാ തുറക്കുമ്പോൾ തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. ഇതാ നമ്മളിനി എടുക്കണതാ. ചിച്ചിക്കുട്ട വന്നു, നല്ല മണമുണ്ട്. ഇതാ ചിച്ചിക്കുട്ട, നല്ല മണമുണ്ട് ചിച്ചിക്കുട്ട. ചിച്ചിക്കുട്ട സൂപ്പറായിട്ടുണ്ട്. ബിരിയാണിയൊക്കെ നല്ല മണമുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടാണ്, ചൂടാണ്, നല്ല വെന്തിട്ടുണ്ട്, നന്നായി പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ വെന്ത് കിട്ടുമ്പോഴേക്കും ഇരുട്ടായി ചിരിക്കൂട്ട, ഇരുട്ടായി. മാമ ഇതാ തരാ കുറച്ചെന്നാ. നല്ല ചൂടുണ്ട്, കഴിച്ചു നോക്കിക്കോ. എന്നാലും ഇതിന് ചൂടൊന്നും, ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് നോക്കുന്ന. ചൂടൊന്നും ഇല്ല. എടുക്കുന്ന എവിടെ നിന്ന് ഒരു പീസ് എടുത്തോന്നാ. എടുക്ക്. കഴിക്കേ. ചൂടൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും പോയി അവനെടുത്തു. മെല്ല ആറാൻ വെക്കുമ്പോഴേക്കും ആ സാധനം പോയി. ചോറുന്നല്ല, അതെടുത്ത് കഴിക്കേ. അതും പോയി. അയ്യോ കഴിച്ചോ. വേകുമ്പോ എടുത്ത് കഴിക്കണ ശുചിക്കുട്ടി തട്ടിയെടുക്കും. ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇറച്ചി അടുത്ത് വെച്ചിട്ടുണ്ട്. കഴിച്ചോ. എന്നാ ശുച എന്നാ ശുചിരുന്ന സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ചിക്കൻ സൂപ്പർ, ചോറും സൂപ്പർ. ഇരുട്ടായിരുന്നേ ഉള്ളൂ, എല്ലാം സൂപ്പർ. സൂപ്പർ ടേസ്റ്റ്. എല്ലാരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റ് ആണ്. അടിപൊളി. എന്തായാലും സായിമക്ക് ഇഷ്ടമായ ബിരിയാണി പിന്നെ സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടാ?